Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 48ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രണ്ട് സിമ്പിൾ വെജിറ്റേറിയൻ ഡിഷസ് ആണ്. ഒന്ന് കുറച്ച് മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ഒരു സാമ്പാർ. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചേനയും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടി. ഇതിന് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ തോരപ്പരിപ്പും തക്കാളിയും കൂടെ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ട് തക്കാളി നന്നായി ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മുരിങ്ങയില വൃത്തിയാക്കി വെച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുരിങ്ങയില ഒന്ന് പകുതി വേവാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. പകുതി വേവാകുമ്പോൾ അതിലേക്ക് സാമ്പാർ മസാല, ഞാൻ പൊടി മസാലയാണ് ഉപയോഗിക്കുന്നത്, അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ മസാല ഇതിലൊന്ന് കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായി മസാല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുക്, ഉലുവ, മുളക്, കരിവേപ്പില, കായം ഇത്രയും വറുത്ത് ചേർക്കാം. ഇനി നമുക്ക് ചേനയുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് ഇങ്ങനെ ചേന ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ചേനേനെ വേവിച്ചെടുക്കാം. ചേന നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ചേന ഒന്ന് ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചേന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മെഴുക്കുവരട്ടി റെഡിയാണ്. ഇന്നത്തെ ലഞ്ച് മെനു റെഡിയാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.